മരിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി കേന്ദ്ര സർക്കാരിന്റെ വികസന ഏജൻസിയായ ഭാരത് സേവക സമാജിന്റെയും NSTCയുടെയും അംഗീകാരത്തോടുകൂടി നടത്തുന്ന തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. SSLC, +2, VHSC എന്നീ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നയങ്ങൾക്കെതിരെ ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. ആരോഗ്യ മേഖലയിലെ അനാസ്ഥ പരിഹരിക്കുക, ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് KPCCയുടെ നിർദ്ദേശപ്രകാരം ചേലക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ച് മുഖാരിക്കുന്ന് ഗ്രൌണ്ടിന് സമീപത്ത് വെച്ച് പോലീസ് തടഞ്ഞു. ഇത് നേരിയ സംഘർഷത്തിൽ കലാശിച്ചു. പ്രിയമുള്ളവരെ ആ ആംബുലൻസിന് വണ്ടി ഒരുക്കി കൊടുക്കണം. നമ്മള് സമാധാനപരമായ പ്രതിഷേധ മാർച്ചാണ് നടത്തുന്നത്. നമ്മളെ തടയാൻ ഇവിടെ പോലീസിന് അതിനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ദയവ് ചെയ്ത് അവരെ ആക്രമിക്കാൻ ആരും പോകരുത്. ആംബുലൻസ് കടത്തിവിടണം. ഈ പ്രതിഷേധ മാർച്ച് പ്രിയമുള്ളവരെ എല്ലാവരും ഒന്ന് ഈ സൈഡിലേക്ക് വരെ എല്ലാവരും വഴി തടസ്സപ്പെടുത്തണ്ട. വഴി തടസ്സപ്പെടുത്ത എല്ലാവരും സംഘർഷത്തെ തുടർന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ ആഹ്വാനപ്രകാരം അവിടെ തന്നെ പൊതുയോഗം ചേർന്ന് കുത്തിയിരിപ്പ് സത്യാഗ്രഹം നടത്തി. തുടർന്ന് നേതാക്കളെ ചേലക്കര പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ധർണയുടെ ഉദ്ഘാടനം മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് 252 ബ്ലോക്കുകളുടെ കീഴിൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ കീഴിൽ സമരം നടക്കുകയാണ്. ഈ സമരം നടക്കാൻ എന്താണ് കാരണമെന്ന് ഇവിടെ ശ്രീ T. ഗോപാലകൃഷ്ണനും അതേപോലെ തന്നെ സ്വാഗത പ്രാസംഗികനൊക്കെ ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ സർക്കാർ ആശുപത്രികളൊക്കെ ധർമാശുപത്രികൾ എന്നാണ് പണ്ട് കാലം മുതലേ തന്നെ നമ്മുടെ കാരണന്മാരൊക്കെ പറഞ്ഞു വന്നത്. ഇന്ന് ആ ധർമാശുപത്രികളൊക്കെ പാവപ്പെട്ട ജനങ്ങൾക്ക് കയറി ചെല്ലാൻ പറ്റാത്ത രീതിയിലേക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദികൾ ഈ 9 വർഷക്കാലം ഭരിക്കുന്ന പിണറായി ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയുടെ പ്രതീകമാണ് ഇന്ന് പാവപ്പെട്ടവർക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റാത്തതിന്റെ ഒരു സാഹചര്യം ഉണ്ടായത്. നമുക്കറിയാം, ഈ സമരത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കഴിഞ്ഞ ആഴ്ചയിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്ന ദാരുണമായ ഒരു സംഭവം. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് T. ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പാർട്ടി ഓഫീസിൽ വന്ന് ഇത്തരത്തിലൊരു നോട്ടീസ് ഞങ്ങൾക്ക് കൈമാറിയിട്ടില്ല. മാത്രമല്ല, നിങ്ങൾ ജാഥ നടത്തിയാൽ ഞങ്ങൾ കേസെടുക്കും എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസും ഇന്നുവരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ചേലക്കരയിലെ എന്റെ മുന്നിൽ നിൽക്കുന്ന
പോലീസുകാരോട് ഞങ്ങൾക്ക് യാതൊരു വിദ്വേഷവുമില്ല. പക്ഷെ നിങ്ങൾ പിണറായി വിജയനും CPM-ഉം പറയുന്നത് കേട്ട് മുഴുവൻ അങ്ങ് നടക്കണ്ട. കാരണം അവസാനിക്കാറായി എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PM മനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. ഈ ആശുപത്രിക്കകത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ സൗകര്യമുണ്ടായിരുന്നു. ഈ ആശുപത്രിക്കകത്ത് നമ്മുടെ സഹോദരിമാർക്ക്, അമ്മമാർക്ക് പ്രസവിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. പഴയന്നൂർ ആശുപത്രിക്കകത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യമുണ്ടായിരുന്നു, പ്രസവിക്കാനുള്ള സൗകര്യമുണ്ടായിരുന്നു. ഇതൊന്നും നിലവിൽ 30 വർഷക്കാലം നമ്മുടെ രാധേട്ടന്റെ വികസനം കൊണ്ട് ഇതെല്ലാം ഇല്ലായ്മ ചെയ്യപ്പെട്ടതാണ്. ഇവരുടെ ആരോഗ്യരംഗത്തെ പ്രവർത്തനം കഴിഞ്ഞില്ല. തിരുവില്ലാമല ആശുപത്രി ശ്രീ PN മേനോനെ പോലെ അധികായനായ നേതാവ് നേതൃത്വം കൊടുത്തിരുന്ന കാലത്ത് തുടങ്ങിയ ആശുപത്രിയാ. ആ ആശുപത്രിക്കകത്ത് നമ്മുടെ രോഗികൾക്ക് കിടത്തി ചികിത്സ ഉണ്ടായിരുന്നു. 30 വർഷക്കാലം കൊണ്ട് എന്തായി? അവിടുത്തെ കിടത്തി ചികിത്സ ഇല്ലായ്മ ചെയ്തതാണ് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ചേലക്കരയുടെ വികസനം. കഴിഞ്ഞോ? ഈ ആശുപത്രിയുടെ മുന്നിൽ ഡയാലിസിസ് സെന്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. മറ്റു കോൺഗ്രസ് നേതാക്കളായ TA രാധാകൃഷ്ണൻ, KP ഷാജി, സന്തോഷ് ചെറിയാൻ, ശിവൻ വീട്ടിക്കുന്ന്, വിനോദ് പന്തലാടി, മോഹൻ പാറത്തൊടി, PC മനോജ്, S രാമചന്ദ്രൻ, C ശ്രീകുമാർ, M ഉദയൻ, T നിർമ്മല, അഖിലേഷ് പാഞ്ഞാൾ, K രാധാകൃഷ്ണൻ, PK പ്രകാശൻ, A അസനാർ, KG സന്തോഷ്, MK അബ്ദുൾ റഹ്മാൻ, ഗീത ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCV ന്യൂസ് ചേലക്കര.